എണീറ്റണവോ? ഒന്നും കാണുന്നില്ലല്ലോ. അപ്പ ഇപ്പൊ ഫ്രീ ആണോ? എന്തെങ്കിലും ഇടാവോളം കൊണ്ടായിരിക്കും വന്നേക്കണേ. ഞാൻ ഫ്രീ അല്ല, ഞാനേ ഭയങ്കര തിരക്കില്ല. ഇങ്ങനെ മാൻ നോക്കി ഇരിക്കണ്ടാണോ തിരക്കെന്ന് പറയുന്നത്? ഞാൻ വെറുതെ ഇരിക്കണമെന്ന് എന്നോട് ആരാ പറഞ്ഞേ? ഞാൻ ഒരു കാര്യം ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. അതെ, എപ്പോഴാ ഫ്രീ? എനിക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. എന്താ കാര്യം? ഇതങ്ങനെ തിക്കും തിരക്കും പിടിച്ച് പറയാൻ പറ്റില്ല, അതുകൊണ്ടാ ചോദിച്ചേ എപ്പോഴാ ഫ്രീ. ആ പറഞ്ഞു, ഞാൻ ഫ്രീ ആണ്. അത് ശരി, ഞാനിപ്പോ തന്നെ അപ്പോഴും ചോദിച്ചാ എന്തിട്ടാ എപ്പോഴാ ഫ്രീ എന്നല്ലേ, അല്ലാതെ അക്ഷയൊന്നും മാറിപ്പോയിട്ടില്ലല്ലോ. നിനക്കിപ്പോ എന്തിട്ടാ വേണ്ടേ? അപ്പൊ ഫ്രീ ആണെന്ന് അറിയണം. എനിക്കൊരു കാര്യം അപ്പായിട്ട് ബിസ്ക്കറ്റ് ചെയ്യാണ്ട്. ബിസ്ക്കറ്റാ? ഓ, ഇംഗ്ലീഷ് അറിയില്ല മണ്ടൻ. ബിസ്ക്കറ്റ് ചോദിച്ചാലേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാണ്ട്. ഡിസ്കസ് അല്ലാണ്ട് ബിസ്ക്കറ്റ് അല്ല. അത് നീ തെറ്റു പറഞ്ഞ കേട്ടിട്ട്. കുട്ടികളായ ചിലപ്പോ തെറ്റും, അന്ന് ചിരിക്കല്ല വേണ്ടത്, അത് തിരുത്തി തരാണ് വേണ്ടത്. സോറി, അതൊക്കെ പോട്ടെ. നീ എന്തിട്ട് പറയാണ്ടെന്ന് പറഞ്ഞ? ഞാൻ ഫ്രീ ആണ് ഇപ്പൊ, പറ. ആ, അത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. തൽക്കാലം ഇവിടെ അറിയണ്ട. ആ ഓക്കെ, നീ പറ. കുറച്ച് നാളായിട്ട് ആലോചിക്കണ്, പക്ഷെ അപ്പനെ കുറിച്ച് എന്തെങ്കിലും വിചാരിക്കുന്നു വെച്ചിട്ടാണ് ഞാൻ പറയാണ്ടിരുന്നേ. നീ കാര്യം പറയടി. 1ാം ക്ലാസ്സിൽ പരീക്ഷിക്കുന്നു, എനിക്ക് നല്ല മാർക്ക് പിടിക്കാൻ പറ്റിയില്ല. ആ, അത് സാരില്ല, ഇക്കൊല്ലം ശ്രദ്ധിച്ച് പഠിച്ചാ മതി. ഇക്കൊല്ലം ഞാൻ 2ലാണ്. സ്കൂൾ തുറന്ന് 2 മാസമാകുമ്പോണ്. എനിക്കാണെങ്കിൽ സ്കൂളിൽ പഠിപ്പിച്ചിട്ട് ഒരു കുട്ടും മനസ്സിലാവണില്ല. അപ്പൊ നീ എന്റെ മോള് തന്നെ. എനിക്ക് 10ാം ക്ലാസ് വരെ പഠിച്ചിട്ട് ഒന്നും മനസ്സിലായിട്ടില്ല, അതറിയോ? പക്ഷെ എന്റെ ടീച്ചർ മാത്സ് എടുത്തപ്പാ എനിക്കൊരു കാര്യം ശരിക്കും മനസ്സിലായി. ഹോ, ഭാഗ്യം. നിനക്ക് മാത്സ് എങ്ങനെ ശരിക്കും മനസ്സിലാവണ്ടല്ലോ. അപ്പൊ നീ എന്റെ പോലെ അല്ല. ഞാൻ അപ്പയുടെ പോലെ തന്നെയാണ്. അതെങ്ങനെ? നിനക്ക് മാത്സ് കുറച്ചെങ്കിലും മനസ്സിലാവണല്ലേ? എനിക്കൊന്നും മനസ്സിലാവാറില്ല. എന്റെ അപ്പ മാത്സ് എനിക്കൊന്നും മനസ്സിലാവണില്ല. അത് മനസ്സിലായെന്നാണ് ഞാൻ പറഞ്ഞത്, അല്ലാണ്ട് മാത്സ് മനസ്സിലായെന്നല്ല. അപ്പൊ നീ എന്റെ പോലെ തന്നെ. ഈ ഓണപ്പരീക്ഷ കഴിഞ്ഞാലേ ഞാൻ ഈ പഠിപ്പം കിടന്ന് നിർത്തിയാലോ എന്ന് ആലോചിക്കാം. ആ, അത് നല്ല തീരുമാനോ. എന്നിട്ട് എന്ത് ചെയ്യാൻ പോവാണ്? എന്നിട്ട് ഞാനേ സുഗന്ധനാവാൻ വിചാരിക്കാണ്. സ്വതന്ത്രനാവണം കൊള്ളാം. അതെ, സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കും. ഹലോ, ഞാനിപ്പോ എന്റെ സ്വന്തം കാലാണ് നിക്കണേ. സംശയം നോക്കിക്കോ. അതല്ല ഞാൻ പറഞ്ഞത്. പിന്നെ ഏതാണ് പറയണേ? അത് പറ. നീ ആദ്യം പഠിച്ച് ഒരു ജോലിയൊക്കെ വാങ്ങി സ്വന്തം ചെലവിൽ ജീവിക്ക്. അതിനാണ് സ്വന്തം കാലിൽ നിൽക്കണമെന്ന് പറയണേ, അല്ലാണ്ട് ഈ കാലിൽ നിൽക്കണ കാര്യമല്ല പറഞ്ഞേ. അത് തന്നെയാണ് ഞാനും പറഞ്ഞു തരണേ. ഞാൻ ഈ പഠിപ്പ് നിർത്തിയിട്ട് വേറെ ജോലിക്ക് പോവാണ്. ആ, എന്ത് ചോദിക്കണാവോ? അതിപ്പോ എഞ്ചിനീയറാ, ഡോക്ടറാ, അങ്ങനെ എന്തെങ്കിലും പണി. എന്ത് എഞ്ചിനീയർ ആവണ്ടേ? സിവിൽ മതിയാ? സിവിലാ എന്നുവെച്ചാ? അത് ഈ ബിൽഡിംഗ് കൊണ്ട് പ്ലാനും പണിയൊക്കെയാണ്. അയ്യോ, അതൊന്നും വേണ്ട, ഭയങ്കര പണിയായിരിക്കും. എനിക്കിഷ്ടം ഇലക്ട്രിസിറ്റി ഇല്ലേ? എന്ത്? ഈ ഇലക്ട്രിസിറ്റി. നീ എന്തുട്ട പറയണേ? ഓ, കറണ്ട്. ഇംഗ്ലീഷ് അറിയില്ല. ഷോ, ഇലക്ട്രിസിറ്റി. അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. ആദ്യം മോൾ ഇതൊക്കെ ഒന്ന് പറയാൻ പഠിക്കും, എന്നിട്ട് നമുക്ക് ജോലിക്ക് പോവാ ട്ടാ. അത് ഞാൻ ഒരു 10 വർഷം പഠിച്ചാൽ പറയാൻ പഠിക്കും. അത് കഴിഞ്ഞ് എനിക്ക് എഞ്ചിനീയർ ആവാൻ പറ്റുമോ? എഞ്ചിനീയർ ആകണമെങ്കിലേ ആദ്യം എഞ്ചിനീയറിംഗ് കോളേജ് പോയി പഠിച്ച് പാസ്സാകണം. എന്നാ സമയം കളയാണ്ട് എഞ്ചിനീയർ കോളേജോട് ചേർത്ത്. അതിനെ +2 പാസ്സാകണം. ഷോ, എന്നാ +2 ചേർത്ത്. അതെ, +2 ചേരണമെങ്കിൽ 10ാം ക്ലാസ് പാസ്സാകണം. അയ്യോ, എന്നെ 10ാം ക്ലാസ്സിൽ കൂടി ചേർത്ത് എനിക്ക് ജോലിക്ക് പോകാൻ കൊതിയാവുണ്ട്. അതിനൊന്നുകൂടി 9 വരെ പഠിച്ചാലാ 10ലിരുത്തു. ഇതിപ്പോ ഞാൻ എഞ്ചിനീയർ ആകുമ്പോഴേക്ക് എന്റെ കല്യാണം കഴിയില്ല. എന്ത്? അല്ല, ഒരു ഉദാഹരണം പറഞ്ഞതാ. ആ, ഇങ്ങനെ പോയാലേ നിനക്കൊക്കെ ജോലി കിട്ടുമ്പോഴേക്കും നിന്റെ മൂക്കിൽ പല്ല് പൊളിക്കും. ഇനി മൂക്കിലും പല്ല് പൊടിച്ചോ? ആ, നിനക്കൊക്കെ ചിലപ്പോ മൂക്കിലും പല്ല് പൊളിക്കും. അല്ലപ്പേ, എനിക്കൊരു സംശയം. ഈ മൂക്കിലെ പല്ല് എങ്ങനെ ബ്രഷ് ചെയ്യും? ഇങ്ങനെ തേക്കേണ്ടി വരോ? പറപ്പേ. അതെ, മൂക്കിലെ പല്ല് തേക്കണ്ട. അതെങ്ങനെ ശരിയാവും? മൂക്കിലെ പല്ല് ബ്രഷ് ചെയ്യാണ്ട് കേടാവില്ലേ? അല്ലപ്പേ, ഈ മൂക്കിലെ പല്ല് കേടായല്ലേ നമ്മളെ ഡോക്ടറെ കാണണം? പല്ല് ഡോക്ടറെ കാണണോ അതോ മൂക്ക് ഡോക്ടറെ കാണണോ? അല്ല, ഒരു കൊച്ചുകുട്ടിയുടെ സംശയമാണ്. അപ്പേ, ഒന്നും കൂടി ഡീപ് ബ്രീത്ത് എടുക്ക്. അപ്പൊ ബുദ്ധി നല്ലോണം മടക്കി എന്നിട്ട് ആലോചിച്ച് പഠിച്ചാ മതി. അയ്യേ,
മൂക്കില് ഇങ്ങനെ കൈയെടുത്തിട്ട് പോഷക്കേട് അത് ടീച്ചർ പറഞ്ഞിട്ട് അപ്പക്ക് ഇതൊന്നും അറിയില്ലേ? ഇതെനിക്ക് കാണിച്ചത് ഞാനും കാണിച്ചോക്കട്ടെ. എന്ത് എനിക്കടെ ഇങ്ങനെയൊക്കെ കാണിക്കാൻ? അതെ, അക്കുപ്പ പോയിക്കോ. ഞാനേ ആലോചിച്ചിട്ട് മൂക്കിലെപ്പഴ പല്ലുവെന്നും അതെങ്ങനെ തേക്കണെന്നും ഞാൻ നോക്കി കണ്ടുപിടിച്ചിട്ട് അക്കുനെ പറഞ്ഞുതരാം. ഓക്കെ. മതി തിടുത്തില്ലപ്പേ. അല്ലപ്പേ, ഈ ഡോക്ടർ ആണെങ്കിലും നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടി വരോ? ഒന്ന് പോയേ, കുറെ നേരമായി കുന്തം. ഒരേ ചോദ്യം ചോദിച്ചങ്ങോട്ട് വരും. ഉത്തരം കിട്ടിയില്ലെങ്കിൽ എന്നോട് ചൂടായിട്ട് കാര്യമില്ലപ്പേ.